മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് രാജസേനൻ. രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളിലെ ഭൂരിഭാഗവും വലിയ വിജയം നേടിയിരുന്നു. എന്നാൽ 90കളിൽ തിളങ്ങി നിന്നിരുന്ന രാജസേനൻ 2000-ന് ശേഷം തുടർ പരാജയങ്ങളും നേരിട്ടിരുന്നു. ഇത്രയും വർഷത്തെ കരിയറിൽ മോഹൻലാലിനൊപ്പം രാജസേനൻ ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. എന്നാൽ മോഹൻലാലുമായി 2 സിനിമകളെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും അതിൽ ഒന്നായിരുന്നു കോളേജ് കുമാരനെന്നും രാജസേനൻ പറയുന്നു. പക്ഷെ നിർമ്മാതാവ് സുരേഷ് കുമാർ ആ ചിത്രത്തിൽ നിന്നും പിന്മാറിയപ്പോൾ സംവിധായകൻ തുളസിദാസ് സിനിമ ഏറ്റെടുത്തത് എന്നും എന്നാൽ അദ്ദേഹം അതൊരു ആക്ഷൻ സിനിമയാക്കി ഒരുക്കിയപ്പോൾ പരാജയപ്പെട്ടുവെന്നും രാജസേനൻ പറഞ്ഞു. മാസ്റ്റർ ബീനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് ഞാൻ മോഹൻലാലുമായി 2-3 പ്രോജക്റ്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കോളേജ് കുമാരൻ എന്ന ഞാനിട്ട ടൈറ്റിലുമായാണ് ഞങ്ങളന്ന് മോഹൻലാലിന്റെ അടുത്ത് പോകുന്നത്. അതൊക്കെ ഓക്കെ ആയി. പക്ഷെ പിന്നീട് നിർമ്മാതാവ് സുരേഷ് കുമാർ അതിൽ നിന്നും പിന്മാറി. കോളേജ് കുമാരൻ എന്ന ടൈറ്റിൽ സംവിധായകൻ തുളസിദാസ് എന്നോട് ചോദിച്ചിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്ന തുളസിദാസ് സംവിധാനം ചെയ്ത കോളേജ് കുമാരൻ. കഥ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തത് കോളേജിനകത്ത് ഒരു ഫാമിലിയുടെ തമാശകളും കളികളുമൊക്കെയായിരുന്നു. നല്ല ഹ്യൂമർ ആയിട്ടാണ് അത് ചെയ്തത്. തുളസി അതെടുത്ത് ഒരു ആക്ഷൻ സിനിമയാക്കി. എനിക്ക് തോന്നുന്നത് അതൊരു ആക്ഷൻ ഓറിയന്റ് ആയതാണ് ആ സിനിമയുടെ പരാജയത്തിന് കാരണം. 2ന്റെയും രചന നിർവഹിച്ചത് സുരേഷ് പൊതുവാൾ ആയിരുന്നു. മോഹൻലാലിന് വേണ്ടി പ്ലാൻ ചെയ്ത ഇൻട്രോ പോലും അങ്ങനെയല്ലായിരുന്നു. രാജസേനൻ പറയുന്നു. മോഹൻലാൽ, വിമല രാമൻ, സിദ്ദിഖ്, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി. 2008-ൽ റിലീസായ ചിത്രമാണ് കോളേജ് കുമാരൻ. തുളസിദാസ് സംവിധാനം ചെയ്ത സിനിമയിൽ ക്യാപ്റ്റൻ ശ്രീകുമാർ എന്ന വേഷത്തിലാണ് മോഹൻലാൽ എത്തിയത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു മോഹൻലാൽ ചിത്രമാണ് കോളേജ് കുമാരൻ.